ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇവിടെ വെർട്ടിക്കൽ പോളുണ്ട്, കൂടാണ്ട് ടവറുണ്ട്. സച്ച് ദാറ്റ് ദ വേ ദാറ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ടവർ ഈസ് 60 ഡിഗ്രി. അപ്പോൾ ടോപ്പ് ഓഫ് ദ പോളിൽ നിന്ന് ടോപ്പ് ഓഫ് ദ ടവറിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷനാണ് 60 ഡിഗ്രി. അപ്പോഴിവിടെ നമുക്ക് പോള് ചെറുതും ടവർ വലുതുമാണെന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, ബേസ് ഈക്വല, ബേസ് സെയിം ഹൊറിസോണ്ടൽ ലെവലല്ല. അപ്പം ഇതിൻ്റെ ടോപ്പ്, ഇത് പോളാണേ, ഇത് ടവർ. ഇതിൻ്റെ ടവറിൻ്റെ മുകളിലേക്കുള്ള ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഓൾറെഡി ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 30 ഡിഗ്രി ആവും. ഇനി പറഞ്ഞിട്ടുണ്ട് ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ബോട്ടം ഓഫ് ദ ടവർ, ബോട്ടം ഓഫ് ദ ടവർ 30 ഡിഗ്രി. അപ്പം ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ബോട്ടം ഓഫ് ദ ടവറിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ നിന്നാണ്, ഹൊറിസോണ്ടൽ ലെവലിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഇത് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ സപ്പോസ് ഇത് രണ്ടും പാരലൽ ലൈൻ അല്ലേ, അപ്പം ഇതും 30 ഡിഗ്രി, ഇതും 30 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ആണ്, ഇത് 90 ആണ്. നമുക്ക് പേര് കൊടുക്കാം ABCDE. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ AED, ഈ ട്രയാങ്കിൾ സിമിലറാണ്. നമുക്ക് സിമിലാരിറ്റി യൂസ് ചെയ്യേണ്ട, നമുക്ക് ബേസിക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 30, 60, 90 വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ബേസിക് റേഷ്യോ ഉപയോഗിച്ച് കണക്ക് ചെയ്യാം. ഈ രണ്ട് ട്രയാങ്കിളിലും ഈ ACED ഈക്വൽ അല്ലേ. അപ്പം നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ 30, 60, 90 വന്നു കഴിഞ്ഞാൽ 30ക്ക് ഓപ്പോസിറ്റ് 1 ആയിരിക്കും, റേഷ്യോ ആണേ. 60യുടെ ഓപ്പോസിറ്റ് √3 ആയിരിക്കും, 90യുടെ ഓപ്പോസിറ്റ് 2 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിളിലും ACയും EDയും സെയിമാണ്. പക്ഷേ ഇവിടെ AC എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാണ്, ഇവിടെ ED എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ രണ്ട് ലെങ്ത് സെയിം ആവേ വേണം. ഓക്കെ, അങ്ങനെ സെയിം ആവുന്നെങ്കിൽ എന്ത് ചെയ്യുക? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് 1 അല്ലേ, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് √3 അല്ലേ. അപ്പോൾ ഇത് രണ്ടും കട്ടായി പോകുന്ന വാല്യൂ എത്ര? ഇതിൻ്റെ LCM. അപ്പോൾ LCM ഓഫ് √3 ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ വാല്യൂ √3 എന്ന് എടുക്കുക, ഇതും √3 ആവും. ഓക്കെ, അങ്ങനെ കഴിഞ്ഞാൽ 60 ഡിഗ്രിക്ക് വരുന്ന ഓപ്പോസിറ്റ് വരുന്ന √3 അല്ലേ, 60 ഡിഗ്രി ഇവിടെ √3 വന്നിട്ടുണ്ട്. അപ്പം 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായാലും 1 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 30 ഡിഗ്രിക്ക്, ഇവിടെ ആണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിൻ്റെ ലെങ്ത് √3 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്ന വാല്യൂ √3 ആയി. എങ്ങനെയായി? ഇൻറ്റു √3 മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ, 1നെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് √3 ആവും. അപ്പോൾ കറസ്പോണ്ടിങ്സ് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ 60 ഡിഗ്രിക്ക് നമുക്ക് ബേസ് ട്രയാങ്കിളിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ √3 ആണ്. ഇവിടെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, 1 √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് √3 യൂണിറ്റ് ആയി. അപ്പോൾ ഇതുപോലെ ഇവിടെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, അപ്പോൾ 63 ആയി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ 3 ആയി. ഇത് 1 ആണെങ്കിൽ ഈ ലെങ്ത് 1 ആയിരിക്കില്ലേ, 1 ആയിരിക്കില്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് ഓഫ് ദ ടവർ ഈസ് 76 മീറ്റർ. ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ BD അല്ലേ, BD ഈക്വൽ ടു 76 ആണ്. പക്ഷെ നമ്മുടെ റേഷ്യോയുടെ വാല്യൂ എത്രയാണ്? 3 + 1 അല്ലേ, BC ഈക്വൽ ടു 3, CD ഈക്വൽ ടു 1. അപ്പം 3 + 1 എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റിലെ വാല്യൂ ആ 76 എന്ന് പറഞ്ഞാൽ 1ൻ്റെ വാല്യൂ എത്രയാണ്? 19. 1ൻ്റെ വാല്യൂ 19 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പോൾ. അപ്പോൾ പോളിൻ്റെ വാല്യൂ റേഷ്യോയിൽ നമുക്ക് എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 19 സെൻറ്റിമീറ്റർ. ഓക്കെ.